മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ക്യാപിറ്റലിസം, കൊളോണൈസേഷൻ, ഇമ്പീരിയലിസം ഇവ മൂന്നും എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. So, today we are going to start about First World War. ഒന്നാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ, ലോക മഹായുദ്ധം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യുദ്ധത്തെ ലോകയുദ്ധം എന്ന് വിളിക്കുന്നത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഫലങ്ങൾ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യുദ്ധങ്ങളെ വേൾഡ് വാർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ എന്നും സെക്കൻഡ് വേൾഡ് വാർ എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്കിവിടെ പഠിക്കാനും ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ പഠിക്കാനുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേൾഡ് വാർ, ലോകയുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിനുള്ള റീസൺസ് എന്തൊക്കെയായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി യൂറോപ്യന്മാരായ ആളുകൾ മാർക്കറ്റുകൾ തിരഞ്ഞു നടന്നു എന്നും അങ്ങനെ അവർ കച്ചവടം ചെയ്തിരുന്ന, അവർ കച്ചവടത്തിന് പോയ പല പ്രദേശങ്ങളും അവർ അവരുടെ കോളനികളാക്കിക്കൊണ്ട് മാറ്റി എന്നും പറഞ്ഞു. അങ്ങനെ ഈ പ്രദേശങ്ങളെ കോളനികളാക്കി മാറ്റുന്നതിൽ യൂറോപ്യന്മാർ പരസ്പരം മത്സരിച്ചു. കൂടുതൽ കോളനികളുള്ള ആളുകൾക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാമെന്നും അവരുടെ കൂടുതൽ പ്രൊഡക്ട്സ് വിറ്റഴിക്കാമെന്നും അവർക്കറിയാം. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം മത്സരിച്ചു. അങ്ങനെ ഈ മത്സരത്തിനിടയിൽ പരസ്പരം മത്സരിച്ചപ്പോൾ ഈ ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ യൂറോപ്യന്മാർ തമ്മിൽ ശത്രുതയിലേക്ക് വന്നു. അവർക്ക് പരസ്പരമുള്ള വിശ്വാസ്യതയും പരസ്പരമുള്ള പരിഗണനയുമെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു രാജ്യം ഞങ്ങളെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ മറ്റു രാജ്യം ഞങ്ങളെ ആക്രമിക്കുമോ, ഞങ്ങളുടെ കോളനികൾ അവർ പിടിച്ചെടുക്കുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. ഈ സമയത്ത് അവരെന്ത് ചെയ്തു? ചില രാജ്യങ്ങൾ കൂടി മിലിറ്ററി അലയൻസുകളിൽ ഒപ്പുവെച്ചു. സോ ദ കോമ്പറ്റീഷൻസ് ഫോർ കോളനീസ് ഓർ മാർക്കറ്റ്സ് ലെഡ് ദ യൂറോപ്യൻ കൺട്രീസ് ടു മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ് ആൻഡ് എനിമിറ്റി. കോളനികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കോമ്പറ്റീഷൻസ് അവരെ പരസ്പരം ശത്രുക്കളും പരസ്പരം വിശ്വാസമില്ലാത്തവരുമായി കൊണ്ടുമാറ്റി. സോ സം യൂറോപ്യൻ കൺട്രീസ് ഫോംഡ് സം മിലിറ്ററി അലയൻസസ് വിത്ത് അതർ കൺട്രീസ്. അതുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും എന്ത് ചെയ്തു? മറ്റു പല രാജ്യങ്ങളുമായി കൂടിച്ചേർന്ന് സൈനിക സഖ്യങ്ങൾ, ചില രാജ്യങ്ങൾ കൂടിച്ചേർന്ന ഒരു ഗ്രൂപ്പ്, മറ്റു ചില രാജ്യങ്ങൾ കൂടിച്ചേർന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ സൈനിക സഖ്യങ്ങളായി ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ രണ്ട് സൈനിക സഖ്യങ്ങളായിരുന്നു ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻജി. ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റൻജി were examples for such military alliances. ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന ഒരു സഖ്യവും ട്രിപ്പിൾ എൻറ്റൻജി എന്ന് പറയുന്ന സഖ്യവും അത്തരം മിലിറ്ററി അലയൻസുകൾക്ക് ഉദാഹരണമായിരുന്നു.
ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന മിലിറ്ററി അലയൻസ്, ആ ഒരു സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പരസ്പരം സൈൻ ചെയ്തു ഒന്നിച്ചു നീങ്ങിയിരുന്ന രാജ്യങ്ങളായിരുന്നു ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും ഇറ്റലിയുമായിരുന്നു. ട്രിപ്പിൾ എൻറ്റൻജി എന്ന് പറയുന്ന മിലിറ്ററി അലയൻസിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളായിരുന്നു. അപ്പോ ഇങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? മിലിറ്ററി അലയൻസുകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ യൂറോപ്പിൽ ഓൾറെഡി ഒരു വാർ അറ്റ്മോസ്ഫിയർ, ഏത് സമയത്തും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ യൂറോപ്യൻ കൺട്രീസ് തങ്ങളുടെ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കോളനികൾ സ്ഥാപിക്കണം, അങ്ങനെ കൂടുതൽ കോളനികൾ സ്ഥാപിക്കാനുള്ള ആ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? They accepted a lot of strategies. അവർ ഒരുപാട് സ്ട്രാറ്റജികൾ സ്വീകരിച്ചിരുന്നു. Among them an important one is aggressive nationalism. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അഗ്രസീവ് നാഷണലിസം. എന്തായിരുന്നു? അഗ്രസീവ് നാഷണലിസം. So European countries accepted aggressive nationalism to succeed in the competitions for colonies. കോളനികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രീസ് സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു അഗ്രസീവ് നാഷണലിസം. അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയത എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയാ? തീവ്ര ദേശീയത. എന്താണ് തീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ? തീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ എന്റെ ദേശം, എന്റെ രാഷ്ട്രമാണ് ഏറ്റവും നല്ലത് എന്നും അതുകൊണ്ട് ആ രാഷ്ട്രം എന്ത് ചെയ്താലും അതിനൊരു കുഴപ്പവുമില്ല എന്ന ആ ഒരു ചിന്താഗതിയെയാണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. Their own nation is supreme. അവരുടെ രാജ്യമാണ് ഏറ്റവും സുപ്രീം, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യം. And they justified all actions of their own nations. അവരെന്ത് ചെയ്തു? അവരുടെ രാജ്യം ചെയ്യുന്ന എല്ലാ ആക്ഷനെയും, എല്ലാ പ്രവർത്തികളെയും അവർ ന്യായീകരിച്ചു. ഇതായിരുന്നു അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അഗ്രസീവ് നാഷണലിസം കാരണം അവിടെ യൂറോപ്പിൽ സം മൂവ്മെന്റ്സ് were formed in Europe because of the aggressive nationalism. അഗ്രസീവ് നാഷണലിസം കാരണം ചില മൂവ്മെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഫോം ചെയ്ത മൂവ്മെന്റ്സ്, there are 3 movements we want to study. 3 മൂവ്മെന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പാൻ സ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. പാൻ സ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ് എന്നിങ്ങനെ 3 മൂവ്മെന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. These movements were formed based on or because of the aggressive nationalism. ഈ 3 മൂവ്മെന്റ്സും ഫോം ചെയ്തിട്ടുള്ളത് അഗ്രസീവ് നാഷണലിസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ നമുക്ക് എന്താണ് പാൻ സ്ലാവ് മൂവ്മെന്റ് എന്ന് നോക്കാം. വാട്ട് ഈസ് പാൻ സ്ലാവ് മൂവ്മെന്റ്? പാൻ സ്ലാവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്ലാവിക് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തിൽ ആരംഭിച്ച മൂവ്മെന്റ് ആണ് പാൻ സ്ലാവ് മൂവ്മെന്റ്. Pan Slav movement is formed with the help of Russia to unite the Slavic people of Serbia, Bulgaria, Greece, etc.
സെർബിയയിലും ബൾഗേറിയയിലും ഗ്രീസിലുമൊക്കെയുള്ള സ്ലാവിക് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സഹായത്തോടു കൂടി ഫോം ചെയ്ത മൂവ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? പാൻ സ്ലാവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്. പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനിക്ക് സെൻട്രൽ യൂറോപ്പിലും ബാൾക്കൺ പ്രദേശങ്ങളിലും തങ്ങളുടെ ഡോമിനൻസ്, അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി എന്ത് ചെയ്തു? ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ് ആ കാര്യം എന്ന് വെച്ചാൽ, ട്യൂട്ടോണിക് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകോപിപ്പിക്കുക. To unite the people who included in Teutonic or to unite the Teutonic people. എന്തിനാണ് ചെയ്തത്? ട്യൂട്ടോണിക് പീപ്പിളിനെ ജർമ്മനി യുണൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തിനാ? സെൻട്രൽ യൂറോപ്പിലും ബാൾക്കൺ പ്രദേശത്തിലും എന്ത് ചെയ്യാൻ? ജർമ്മനിയുടെ ഡൊമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ജർമ്മനിയുടെ നേതൃത്വത്തിൽ ജർമ്മനി എസ്റ്റാബ്ലിഷ് പാൻ ജർമ്മൻ മൂവ്മെന്റ് ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. എന്തിനാണ് ട്യൂട്ടോണിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യുന്നത്? ടു എസ്റ്റാബ്ലിഷ് ദ ഡൊമിനൻസ് ഓഫ് ജർമ്മനി ഇൻ ബാൾക്കൺ പ്രൊവിൻസസ് ആൻഡ് സെൻട്രൽ യൂറോപ്പ്. ബാൾക്കൺ പ്രൊവിൻസിലും സെൻട്രൽ യൂറോപ്പിലും ജർമ്മനിയുടെ ആ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ മൂവ്മെന്റ് ആണ് പാൻ ജർമ്മൻ മൂവ്മെന്റ്. അടുത്ത മൂവ്മെന്റ് ആണ് റിവെഞ്ച് മൂവ്മെന്റ്. അല്ലെ, റിവെഞ്ച് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1871 ജർമ്മനി ആൽസസ് ലൊറൈൻ എന്ന പേരുള്ള ഫ്രാൻസിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശം പിടിച്ചെടുത്തു. In 1871, Germany captured Alsace-Lorraine, which was under the control of France. ഇത് ആരുടെ കീഴിലായിരുന്നു? ഫ്രാൻസിന്റെ കീഴിലായിരുന്നു. അപ്പോ ഈ ഫ്രാൻസിന്റെ കീഴിലുള്ള ആൽസസ് ലൊറൈൻ എന്ന് പറയുന്ന പ്രദേശം ജർമ്മനി പിടിച്ചെടുത്തപ്പോൾ, to regain this territory, ഈ പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്ത മൂവ്മെന്റ് ആണ് റിവെഞ്ച് മൂവ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് റിവെഞ്ച് മൂവ്മെന്റ് എന്നും പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്നും പാൻ സ്ലാവ് മൂവ്മെന്റ് എന്നും പേരിലുള്ള മൂവ്മെന്റ്സ് അഗ്രസീവ് നാഷണലിസത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തവയാണ്, അല്ലെ? ഇനിയോ ഈ ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ്, ഈ ഒരു സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പരസ്പരമുള്ള റൈവൽറി, പരസ്പരമുള്ള ശത്രുത, ചില ക്രൈസിസുകൾ, യൂറോപ്പിൽ ചില ക്രൈസിസുകൾക്ക് കാരണമായിട്ടുണ്ട്, ചില പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ 2 ക്രൈസിസുകളെ കുറിച്ച് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അവയാണ് മൊറോക്കൺ ക്രൈസിസ് ആൻഡ് ബാൾക്കൺ ക്രൈസിസ്. ഏതൊക്കെയാണ്? മൊറോക്കൺ ക്രൈസിസ് ആൻഡ് ബാൾക്കൺ ക്രൈസിസ്. ദ ഇമ്പീരിയലിസ്റ്റ് റൈവൽറി, ഇമ്പീരിയലിസ്റ്റ് അല്ലെ, സാമ്രാജ്യത്വ ശക്തികളുടെ റൈവൽറി, അവരുടെ ശത്രുത. ഡ്രോ ദ യൂറോപ്പ് ഇൻടു സം ക്രൈസിസ്, അത് യൂറോപ്പിനെ ചില പ്രതിസന്ധികളിലേക്ക്, ചില ക്രൈസിസിലേക്ക് നയിച്ചിട്ടുണ്ട്. They are among them the most important two. അവയ്ക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് മൊറോക്കൺ ക്രൈസിസ് ആൻഡ് ബാൾക്കൺ ക്രൈസിസ്. ഏതൊക്കെയാണ്? മൊറോക്കൺ ക്രൈസിസ് ആൻഡ് ബാൾക്കൺ ക്രൈസിസ്. എന്താണ് ഈ മൊറോക്കൺ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാർ പ്രകാരം ഫ്രാൻസിന്
മൊറോക്കോയുടെ മേലുള്ള ആധിപത്യം, ഫ്രാൻസിന് മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മേലുള്ള ആധിപത്യം ബ്രിട്ടൻ ശരിവെച്ചു കൊടുത്തു. പക്ഷേ ഇത് ജർമ്മനി എതിർത്തു. 1904 ബ്രിട്ടനും ഇംഗ്ലണ്ടും ഒരു കരാറിൽ ബ്രിട്ടനും ഫ്രാൻസും ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാർ പ്രകാരം ഫ്രാൻസിന് മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മുകളിലുള്ള ഡൊമിനൻസ് ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു? ജർമ്മനി ഇതിനെ എതിർത്തു. ജർമ്മനി ഇതിനെ എതിർക്കുകയും ജർമ്മനി അവരുടെ സൈന്യത്തെ എന്ത് ചെയ്തു? മൊറോക്കോയിലേക്ക് അയക്കുകയും ചെയ്തു. സൈന്യത്തെ മൊറോക്കോയിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ ഫ്രാൻസ് ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്തു? ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? ഫ്രാൻസിന് മൊറോക്കോയുടെ മുകളിലുള്ള ആ ഒരു ആധിപത്യത്തെ ജർമ്മനിയും സമ്മതിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം താൽക്കാലികമായിട്ട് അവിടെ നിന്നു. എങ്കിലും അവർ തമ്മിലുള്ള ശത്രുത തുടർന്നു പോന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. ആസ് പെർ ദ ട്രീറ്റി, ദ ബ്രിട്ടൻ ക്ലെയിംഡ് ദ പവർ ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. മൊറോക്കോയുടെ മുകളിൽ ഫ്രാൻസിന്റെ പവർ ബ്രിട്ടൻ ക്ലെയിം ചെയ്തു. ബട്ട് ജർമ്മനി ഒപ്പോസ്ഡ് ഇറ്റ്. പക്ഷെ ജർമ്മനി ഇതിനെ എതിർത്തു. ആൻഡ് ജർമ്മനി സെൻഡ് ഇറ്റ്സ് ബാറ്റിൽ ഷിപ്പ് ടു മൊറോക്കോ. ജർമ്മനി അവരുടെ യുദ്ധക്കപ്പലുകളെ മൊറോക്കോയിലേക്ക് അയച്ചു. സോ ഫ്രാൻസ് എഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. അപ്പോൾ ഫ്രാൻസ് എന്ത് ചെയ്തു? ജർമ്മനിക്ക് ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം കൊടുക്കാമെന്ന് സമ്മതിച്ചു. സോ ജർമ്മനി ക്ലെയിംഡ് ഫ്രാൻസ് പവർ ഓൺ മൊറോക്കോ. അപ്പോൾ ജർമ്മനിയും ഫ്രാൻസിന് മൊറോക്കോയുടെ മുകളിലുള്ള പവറിനെ ക്ലെയിം ചെയ്തു. സോ ദാറ്റ് പ്രോബ്ലം ഈസ് സോൾവ് ടെമ്പററി. ആ പ്രോബ്ലം എന്ത് ചെയ്തു? താൽക്കാലികമായി സേവ് ചെയ്യപ്പെട്ടു. ദിസ് ഈസ് നോൺ ആസ് മൊറോക്കൻ ക്രൈസിസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മൊറോക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബാൾക്കൺ ക്രൈസിസ്. യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ബാൾക്കൺ. ഏഷ്യൻ സീക്കും ബ്ലാക്ക് സീക്കും ഇടയിൽ കിടന്നിരുന്ന ബാൾക്കൺ എന്ന് പറയുന്ന ആ പ്രദേശം വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒട്ടോമൻ എംപയർ. ദ ബാൾക്കൺ റീജിയൻ വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഒട്ടോമൻ റൂൾ ഓർ ഒട്ടോമൻ എംപറേഴ്സ്. ബാൾക്കൺ എന്ന് പറയുന്ന പ്രദേശം ഒട്ടോമൻ ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. പക്ഷേ 1912 in 1912 ബാൾക്കൺ ലീഗ് ഡിഫീറ്റഡ് തുർക്കി. ഒട്ടോമൻ എംപയർ എന്ന് പറഞ്ഞാൽ തുർക്കി കേന്ദ്രമാക്കിയിട്ടുള്ള ഭരണമായിരുന്നു. സോ ബാൾക്കൺ ലീഗ് എന്ന പേരിലുള്ള ഒരു സഖ്യം, കുറച്ച് രാജ്യങ്ങൾ കൂടി ചേർന്ന ഒരു സഖ്യം തുർക്കിയെ ഡിഫീറ്റ് ചെയ്തു. തുർക്കിയെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. ഏത് വർഷമാണ് പരാജയപ്പെടുത്തിയത്? 1912. ഈ ബാൾക്കൺ ലീഗ് എന്ന് പറയുന്ന ആ ഒരു സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനീഗ്രോ. ഗ്രീസ് ഉണ്ടായിരുന്നു, ബൾഗേറിയ ഉണ്ടായിരുന്നു, സെർബിയ ഉണ്ടായിരുന്നു, മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടിയിട്ടാണ് ബാൾക്കൺ ലീഗ് എന്ന പേരിലുള്ള ലീഗ് ഉണ്ടാക്കി തുർക്കിയെ എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. പക്ഷേ ആ ഒരു യുദ്ധത്തിന് ശേഷം, ആ തുർക്കിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഈ ബാൾക്കൺ ലീഗിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ തന്നെ ആ യുദ്ധത്തിൽ അവർക്ക് കിട്ടിയ വസ്തുക്കൾ പരസ്പരം വിഹിതം വെക്കുന്നതിൽ തെറ്റി. പരസ്പരം ഓഹരി വെച്ചെടുക്കുന്നതിൽ അവർ തമ്മിൽ പ്രശ്നമുണ്ടായി. ആ ലീഗ് അവിടെ പിരിച്ചുവിട്ടു. ബാൾക്കൺ ലീഗ് എന്ന് പറയുന്ന ലീഗ് എന്ത് ചെയ്യപ്പെട്ടു? അവിടെ പിരിച്ചുവിടപ്പെടേണ്ടി വന്നു. അങ്ങനെ അവർ തമ്മിൽ പല യുദ്ധങ്ങളും നടത്തേണ്ടി വന്നു. ഈ ലീഗിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ തമ്മിൽ തന്നെ പല യുദ്ധങ്ങളും നടത്തേണ്ടി വന്നു. ഇതിനെയാണ് ബാൾക്കൺ ക്രൈസിസ് എന്ന് പറയുന്നത്. ദ ബാൾക്കൺ പ്രൊവിൻസ്
was under the control of Ottoman Empire. In 1912, the Balkan League defeated Turkey, but later the Balkan League was break up because of the conflict based on the sharing of war benefits. യുദ്ധത്തിൽ നിന്നും കിട്ടിയ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ അവർ എന്ത് ചെയ്തു? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും അവർ തമ്മിൽ പിരിയുകയും അവർ തമ്മിൽ യുദ്ധങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതിനെയാണെന്ന് പറയുന്നത് ബാൾക്കൺ ക്രൈസിസ് എന്ന് പറയുന്നത്. ബാൾക്കൺ ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം ചർച്ച ചെയ്യാം.